ഇന്നത്തെ നമ്മുടെ വിശിഷ്ട വ്യക്തി. ഞാൻ ആദ്യം വീട്ടിലോട്ട് കയറി വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ച കാര്യമാണ്. ഒരു കലാകാരന് മാത്രം പറ്റുന്ന ഒരു പ്രത്യേകതയായിരിക്കണം അദ്ദേഹത്തിന്റെ ആ ചിന്തയും ആ വീടിന്റെ ആ ഒരു മുൻവശം കാണുമ്പോൾ. അത് തന്നെ ആദ്യം തന്നെ നമുക്കൊരു വലിയൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയാണ്. പിന്നെ കാലണത്തൊട്ടുകളുടെയും കറുത്ത കാക്കകളുടെയും അതുപോലെ കുറെ പുസ്തകങ്ങളുടെ രചിച്ച കവിയാണോ അതോ കുറേയധികം ചിത്രങ്ങൾ വരച്ച ചിത്രകാരനാണോ? ഇന്നത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ഇന്നത്തെ സീനിയർ മോസ്റ്റ് നടൻ മധു സാർ തുടങ്ങിയവരുടെയൊക്കെ മണൽ ചിത്രങ്ങൾ വരയ്ക്കുകയും അവർക്ക് നേരിട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മഹാകവി പി കുഞ്ഞിരാമൻ നായർക്ക് ശേഷം ഞാൻ കണ്ട ഒരു വലിയൊരു സഞ്ചാരിയാണ്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള നെട്ടോട്ടത്തിന്റെ ആളാണ് ഈ ഇരിക്കുന്നത്. ആ യാത്രകൾ തന്നെ അദ്ദേഹം പലതവണ നമ്മളുമായിട്ട് പല രീതിയിൽ, അത് ചിത്രങ്ങളായിട്ടും ഫോട്ടോ ആയിട്ട് എഴുത്തിലൂടെയും അദ്ദേഹം അതൊക്കെ നമ്മോട് സംവദിക്കാറുണ്ട്. ഇതിനെല്ലാം ഉപരി അങ്ങനെ അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു ചട്ടക്കൂട്ടിൽ ഒതുക്കി നിർത്താൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതിനു മുകളിൽ ഒരു നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്. അതെനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. ഞങ്ങൾ പല യാത്രകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്, പല വേദികളിൽ ഒരുമിച്ച് ഇരുന്നിട്ടുണ്ട്, കവിതകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിലെല്ലാം എനിക്ക് ഇരിക്കുന്ന ഏകദേശം 70% ആൾക്കാരുമായിട്ട് നേരിട്ട് പരിചയമുള്ളവരാണ്. എങ്കിലും അദ്ദേഹത്തോട് മാത്രമാണ് ഞാൻ കൂടുതൽ തമാശകളും എന്തും പറയാം, ആ ഒരു സ്വാതന്ത്ര്യവും അതിനെ അതിൻ്റെതായ രീതിയിൽ എടുക്കാനുള്ള ആ മനോഭാവമുള്ള ഒരു വ്യക്തിത്വമാണ്. കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും തമാശകൾ പറയാം, അദ്ദേഹം അതിന് മറു കൗണ്ടർ അടിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ചന്ദ്രമോഹൻ സാർ പറഞ്ഞ പോലെ, ഒരു ചട്ടക്കൂട്ടിലല്ല നമ്മളൊരു കലാകാരൻ നിർത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ടോൾസ്റ്റോയ്ക്കും എഴുത്തച്ഛനും വേറെ വേറെ തലങ്ങളുണ്ടാവും. രണ്ടുപേരും സാഹിത്യകാരന്മാരാണ്. അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ രാജാരവിവർമ്മയുടെ ചിത്രങ്ങളും അല്ലെങ്കിൽ വിൻസെന്റ് വാൻ ഗോഗിന്റെ ചിത്രങ്ങളും തമ്മിൽ പരിശോധിച്ചാൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. എന്നാൽ രണ്ടുപേരും ലോകോത്തര ചിത്രകാരന്മാരുമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുന്ന ചില രീതികളിലാണ് ഇതിരിക്കുന്നത്. കാലാകാലങ്ങളായി എഴുതി വയ്ക്കപ്പെട്ട ചരിത്രങ്ങളെ പിന്നീട് വന്ന തലമുറ അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുകയും അതിന് ഒരുപാട് ഏച്ചുകൂട്ടലുകൾ ഉണ്ടാക്കുകയും ചെയ്തതിന്റെ പരിണിത ഫലമാണ് അന്ധവിശ്വാസങ്ങൾ. ഒന്നുകിൽ അന്ധവിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം. ഇതിന്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ട്, അതാണ് വിശ്വാസമെന്ന്. ആ വിശ്വാസത്തിലൂന്നി നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ല. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. കാരണം വളച്ചൊടിക്കപ്പെട്ട ചരിത്രമായാലും ഇതിഹാസങ്ങളായാലും പുരാണങ്ങളായാലും വേദപുസ്തകങ്ങളായാലും എല്ലാത്തിനും അവനവന്റെ ഭാവനയ്ക്കനുസരിച്ചുള്ള കൂട്ടിച്ചേരുകൾ നടത്തിയപ്പോൾ അത് വികലമായി എന്നുള്ളതാണ് ഇതിന്റെ പരമസത്യം. ഇപ്പൊ വാണി മാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികെ നാണമെന്നിയെ മുതാ നടനം ചെയ്യുകയാണ് അങ്ങനെ യഥാ കാനനെ ദിഗംബരൻ എന്ന് എഴുത്തച്ഛൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനൊരു വ്യാഖ്യാനം കൊടുക്കുകയാണെങ്കിൽ, കണ്ടോ, സരസ്വതി ദേവിയെ നഗ്നയായി വന്ന് ഞാൻ എഴുതുമ്പോൾ എൻ്റെ മുമ്പിൽ നൃത്തം ചെയ്യൂ എന്നാണ് ആവശ്യപ്പെടുന്നത് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും അദ്ദേഹം അത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആ വരികൾ എഴുത്തച്ഛനെ പോലുള്ള ഒരാൾക്ക് എഴുതാൻ പറ്റുന്ന വരികൾ അതല്ല. അദ്ദേഹം ഉദ്ദേശിച്ചത്, ഞാൻ എഴുതി തുടങ്ങുമ്പോൾ പദാവലി അതേ കാലാകാലെ തോന്നണമെന്നാണ്. അങ്ങനെ സരസ്വതി ദേവിയുടെ ആ വാക്കുകൾ എൻ്റെ നാവിൽ കാലാകാലെ മറയില്ലാതെ എത്തണേ എന്നുള്ളതിനാണ് ആ ഒരു വിശേഷണം അദ്ദേഹം. അപ്പോൾ അതുപോലെ തന്നെ ഒരു രാവണനെ എടുത്തു കഴിഞ്ഞാൽ 10 തല, പ്രായോഗിക ബുദ്ധിയിൽ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഒരു തല നടുക്ക് വെച്ച് കഴിഞ്ഞാൽ മറുവശത്ത് 5ഉം ഒരു വശത്ത് 4ഉം വെച്ചാൽ മാത്രമേ 10 ആവുകയുള്ളൂ. അപ്പൊ ഒരിക്കലും ഈ രാവണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് തല നിവർന്ന് നിൽക്കാൻ പറ്റില്ല, ഒരു വശം ചാഞ്ഞേ നിൽക്കാൻ പറ്റുള്ളൂ. അതല്ല സങ്കല്പം. അത് LKG കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി 2ഉം 2ഉം 4ഉം എഴുതുന്നത്. പക്ഷെ അവരെ കൊണ്ടൊന്ന് a+b² ഹോൾ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു a² + 2ab + b² എന്ന് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ അർത്ഥം വേറെ രീതിയിലാണ്. 10 ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാർക്ക് തുല്യനാണ് രാവണൻ എന്നുള്ള, ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സാറ് പറഞ്ഞ 1-2 കാര്യങ്ങൾ, ഇപ്പോ ഇവിടെ വയലും അപ്പുറത്ത് വാഴകൃഷിയും നടക്കുമ്പോൾ ഇങ്ങനെ 700 കോടി ജനങ്ങൾ ഈ ലോകത്തുള്ളവർക്ക് ഓരോരുത്തർക്കും വേണ്ടി
ഈ ദൈവം എന്ന് പറയുന്നത് എന്താണ്? ഒരു രൂപമല്ല, ഒന്നുമല്ല, ഒരു വിശ്വാസം. അത് ഏത് രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് പോലെയാണ്. അത് നമ്മുടെ രീതിയിൽ വരുമ്പോഴാണ് അതിന് ഒരു അർത്ഥമുണ്ടാകുന്നത്. ഒരു ആൽമരത്തിൽ കുറെ നൂലും ചുറ്റി കയറും ചുറ്റി വച്ചേക്കുന്നത് അവിടെ ദൈവം ഉണ്ടെന്നുള്ളത് കൊണ്ടല്ല. ആ ആലിന്റെ പ്രത്യേകത, അത് നൽകുന്ന ആ ഒരു ഓക്സിജനും അതിൻ്റെതായ ഒരു നിർമ്മലതയും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ദൈവത്തിന്റെ പുറത്ത് ഒരു ഭയമുണ്ടാക്കി അതിനെ ആരും നശിപ്പിക്കാതിരിക്കാൻ ചെയ്ത ഒരു പണിയാണ്, സൂത്രപ്പണിയാണ്. ഇത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് മനസ്സിലാകും. ഇന്ന് ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ യുക്തിവാദി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇടമറുകനെയോ ഒരു രവിചന്ദ്രനെയോ അല്ലെങ്കിൽ ഒരു ജബ്ബാർ മാഷിനെയോ അല്ല പറയാണ്ട്. ഏറ്റവും വലിയ യുക്തിവാദി ആയിരുന്നത് സ്വാമി വിവേകാനന്ദനാണ്. അദ്ദേഹം പറഞ്ഞ ദൈവം എന്ന് പറയുന്നത് പാവപ്പെട്ടവന് ഒരു നേരത്തെ അന്നം കൊടുക്കുന്നതാണ്. അല്ലാതെ കുറെ പാലഭിഷേകവും ചെയ്ത് അല്ലെങ്കിൽ കുറെ വേറെ രീതിയിൽ ചെയ്യുന്ന രീതിയിലല്ല ദൈവത്തെ കാണേണ്ടത് എന്നുള്ളത് അത് വ്യക്തമായി പറയുകയാണ്. അപ്പൊ നമ്മൾ ഈ മനസ്സിലാക്കി വരുന്ന തലങ്ങളിലാണ് ഇത്തരം വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെയാണ് സാഹിത്യം എന്ന് പറയുമ്പോൾ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒറ്റ വരിയിലും കവിത എഴുതാം. വലിച്ചു നീട്ടി അവകാശികൾ പോലുള്ള വലിയ പുസ്തകങ്ങൾ 10-12 ഗ്രന്ഥങ്ങളായിട്ട് അവതരിപ്പിക്കാം. പാബ്ലോ നെരുദ എന്ന ചെലിയൻ കവി ഒരു വരിയിൽ ഒരു കവിത എഴുതി, അമേരിക്ക യുവർ ലിബർട്ടി ഈസ് എ സ്റ്റാച്യു. ഒറ്റ വരിയേ ഉള്ളൂ. അതിനെക്കുറിച്ച് പരാവർത്തനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 ദിവസം വേണമെങ്കിലും അതിനെക്കുറിച്ച് എഴുതാം. ഇതുപോലെ സംഗ്രഹിച്ചും മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിലും അതിന്റെ ആന്തരിക അർത്ഥങ്ങൾ ഉൾക്കൊണ്ടും പിന്നെ ഈ പറയുന്നത് പോലെ ചന്തോബദ്ധമായിട്ടിരിക്കുമ്പോൾ കവിതയാകുന്നു. അദ്ദേഹത്തിന്റെ പല കവിതകളും പലതവണ വായിക്കുകയും അതിലൂടെ കടന്നു പോകാനും എനിക്ക് കഴിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ ആധികാരികമായിട്ട് സംസാരിക്കുന്നത്. അദ്ദേഹത്തിലെ ആ മനുഷ്യസ്നേഹി, അദ്ദേഹം സ്പർശിക്കാത്ത തലങ്ങളില്ല കവിതയിൽ. നമ്മൾ കവിത മാത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെയും അദ്ദേഹത്തിന് പ്രതിഷേധത്തിന്റെ സ്വരമുണ്ടായിരുന്നു, വിപ്ലവത്തിന്റെ കവിതകൾ ഉണ്ടായിരുന്നു, ഭക്തിയുടെ കവിതകൾ ഉണ്ടായിരുന്നു, പ്രകൃതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കവിതകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പല രീതിയിലും അദ്ദേഹം കവിതകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ തന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അതിലും നമുക്കുള്ള ആ വ്യത്യസ്തത മനസ്സിലാക്കാവുന്നതാണ്. ഇതുപോലെ ഒരു മുഖ പ്രതിഭയായ ശ്രീ മുരുകൻ കൃഷ്ണപുരം സാറിനെ ആദരിക്കാൻ എത്തിയ നിങ്ങൾ ഓരോരുത്തരെയും ഗുരുജനങ്ങളായി കണ്ട് അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും പുതിയ തൻ്റെ സൃഷ്ടികളുമായി, അത് കഥയോ കവിതയോ ചിത്രങ്ങളോ ആയിക്കോട്ടെ, അത് വീണ്ടും വീണ്ടും ഉന്നതങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.